ഹലോ ബിനി മാം, വെൽക്കം ടു VMC മലയാളമ്മ. മാഡം എന്തുകൊണ്ടാണ് മെഡിറ്റേഷനിലേക്ക് വന്നത്? VMC മലയാളം എപ്പോഴാണ് കാണാനും കേൾക്കാനും ഒക്കെ തുടങ്ങി? മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് മാഡത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാ പറയൂ? പിതാമഹഭദ്രജിക്കും സീമാജിക്കും സുഭാഷിജിക്കും എല്ലാ ദിവ്യാത്മസ്വരൂപർക്കും ആത്മപ്രണാമം. ഞാന് മെഡിറ്റേഷന് വന്നിട്ട് ഇപ്പം 10 മാസമായി. ഓക്കെ. എൻ്റെ കൂട്ടുകാർ 2 പേര് ആണ് ഈ മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞതും. എനിക്ക് ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ട് ഞാൻ എണീക്കാൻ പറ്റാതെ കിടക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ തെട്ട് തരുന്നത്. അപ്പം EMCയുടെ വീഡിയോ അപ്പൊ അത് ചെയ്ത് നോക്ക്, ആശ്വാസം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഞാൻ ഇതെല്ലാം കേട്ടു. ആദ്യം സീതായനം ഇട്ടു. സീതായനം ഫുള്ള് കേട്ടു. അത് എനിക്ക് ഭയങ്കര എനർജി ആയിട്ട് വന്നത്. അത് ഫുള്ളും നമുക്ക് നമ്മുടെ ആ പവർ ഫുള്ള് അതിനകത്ത് കിട്ടി. അപ്പൊ അങ്ങനെ വന്നപ്പോ അടുത്ത വീഡിയോ കേൾക്കണമെന്നും എന്താണെന്ന് അറിയണമെന്നും എനിക്ക് ആഗ്രഹം തോന്നി. അപ്പം പുതിയ വീഡിയോകളൊക്കെ ഞാൻ കേട്ടു. എണീറ്റിരിക്കാൻ വയ്യാത്തത് കൊണ്ട് കിടന്നുകൊണ്ട് തന്നെ ഞാൻ മെഡിറ്റേഷൻ ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ വീഡിയോസില് സീമാജി പറയുന്നുണ്ടായിരുന്നു തീരെ വയ്യാത്ത ആളുകളാണെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ അങ്ങനെ ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് വേദനകൾക്കൊക്കെ ആശ്വാസം വന്നു തുടങ്ങി. പിന്നെ എനിക്ക് വിഷമങ്ങളൊക്കെ അങ്ങ് മാറി. ആദ്യം ഇത്രയും വയ്യാതെ വന്നല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങ് മാറി. പിന്നെ എനിക്ക് സന്തോഷമായിരുന്നു, നല്ല സന്തോഷമായിരുന്നു മനസ്സിന്. അപ്പൊ ആ സന്തോഷം കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏറ്റിരിക്കും, നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയില് എത്തി. അപ്പൊ അതിന്റെ കൂടെ മരുന്ന് കഴിച്ചു. എങ്കിൽ പോലും ഫുൾ എനർജി ആയിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ഇതിലേക്ക് വന്നതില് എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അപ്പൊ എനിക്ക് എപ്പോഴാ നീച്ചിരിക്കാനൊക്കെ തുടങ്ങിയ മാഡം? എനിക്കത് ഇങ്ങനെ ശരിക്കും ഈ ഇത് നമുക്ക് സീതായനം കേട്ട് കഴിഞ്ഞപ്പോ ഫുള്ള് എനിക്കിത് മെഡിറ്റേഷൻ എന്താന്നുള്ളത്, സീത മെഡിറ്റേഷൻ ചെയ്യുന്നത്, കാട്ടിലേക്ക് പോകുന്നത്, അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഭയങ്കര ഒരു, എനിക്ക് മാത്രമല്ല ദുരിതം, സീതമ്മ വരെ ദുരിതങ്ങൾ അനുഭവിച്ചു. അതെ, അത്ര എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഓരോ ദിവ്യാത്മരാന്ന് പറഞ്ഞിട്ടും അവർക്ക് അസുഖം വന്നാണല്ലോ അവരൊക്കെ മരണപ്പെടുന്നത്. അപ്പൊ ഗുരുദേവനാണെങ്കിൽ പോലും അസുഖം വന്ന്, അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അതിനെ കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മള്. അപ്പൊ അന്നേരം ഇതിനകത്ത് സീതായനത്തില് സീതമ്മ റേപ്പ് ചെയ്യപ്പെട്ട സ്വയം ഏറ്റെടുത്തുകൊണ്ട്, അതായത് ബലാത്സംഗത്തിന് ഇരയായ ഒരു പെൺകുട്ടിയുടെ പെയിൻ എന്താണെന്ന് സ്വയം അനുഭവിക്കുന്നുണ്ട് അമ്മ അനുഭവിക്കണം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങ് ഭയങ്കര ഇതൊക്കെയാണല്ലോ. അപ്പൊ എനിക്ക് അതിനുള്ള ഉത്തരം എല്ലാം എനിക്ക് കിട്ടി. അപ്പൊ പിന്നെ നമ്മൾ എന്തേലും ഒരു സംശയം മനസ്സിലോർത്ത അന്ന് പിറ്റേ ദിവസം തന്നെ ആ വീഡിയോ കിട്ടും. അപ്പൊ ഇതിനി ആരോടാ ചോദിക്കുന്നതെന്നുള്ളതിന്റെ എല്ലാം മറുപടി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ പിന്നെ ഏറ്റിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. അതായത് കിടന്നിട്ട് മെഡിറ്റേഷൻ ചെയ്തപ്പോ ഇരിക്കാൻ തുടങ്ങി അല്ലെ? ഇരുന്നിട്ട് ധ്യാനം ചെയ്യാൻ എത്ര നേരം ഇരിക്കാൻ പറ്റിയിരുന്നു ആദ്യകാലത്ത്? ആദ്യം ഞാൻ ഇരുന്നത് 1.5 മണിക്കൂറാണ് ഇരുന്നത്. ആദ്യം മെഡിറ്റേഷൻ ചെയ്യാതെ 3/4 മണിക്കൂർ വരെ ഇരുന്ന് നോക്കി. അതിന് ശേഷമാണ് ഇരുന്നപ്പോ 1.5 മണിക്കൂർ ഇരുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് എണീക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലായിരുന്നു. അതെന്തായിരുന്നു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്ന് ഒരു മിനിറ്റ് ഒന്നും എടുത്തില്ല. അതിനു മുമ്പ് തന്നെ എന്റെ തല ഇങ്ങനെ പുറകോട്ട് വലിച്ചു, കൈകളും ലോക്കായി, കാല് ലോക്കായി. പെട്ടെന്ന് ചങ്കില് ഒക്കെ വലിയ ഭാരം പൊട്ടിപ്പോകുന്ന പോലെ തോന്നുമായിരുന്നു. പൊട്ടിപ്പോകുന്ന അത്ര ഇത് എന്തോ നമ്മള് വലിഞ്ഞു മുറുകി ഇത് ഇപ്പൊ പൊട്ടും, നമ്മള് മരിച്ചു പോകുന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് വരുന്നത്. പക്ഷെ ഞാൻ വീഡിയോസ് കേട്ടതുകൊണ്ട് ഇത് കുഴപ്പമില്ല, പ്രോസസ്സാണ്. മെഡിറ്റേഷൻ പലതരം അനുഭവങ്ങൾ ഉണ്ടാവും, എല്ലാത്തിനും അംഗീകരിക്കണം. അതെല്ലാം ഞാൻ സീമാജി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, സീമാജി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, സീമാജി എന്നിങ്ങനെ പൊട്ടിക്കരഞ്ഞു വരഞ്ഞിരിക്കുന്നത്. എല്ലാം ഞാൻ ചെയ്തതിന്റെയാണ്, ഞാൻ ഇത് അനുഭവിക്കാനുള്ളതാണ്
ചെയ്തതാണ്, ഞാൻ അംഗീകരിക്കുന്നു സീമാജി, ഞാൻ അംഗീകരിക്കുന്നു എന്ന് ഇങ്ങനെ ഒച്ചത്തിൽ കരയുവാണ് അങ്ങനെ. അപ്പൊ അങ്ങനെ എന്താണേലും ആ 1.5 മണിക്കൂർ എടുത്തു ആ ഒരു ദിവസം. എണീറ്റ് അത് കഴിഞ്ഞ് വേദനയൊക്കെ അങ്ങ് മാറി കഴിഞ്ഞപ്പോഴേക്കും ഫുൾ എനർജി ആയി. ധ്യാനം ചെയ്യുന്ന സമയത്ത്, പ്രോസസ് നടക്കുന്ന സമയത്താണ് പെയിൻ. അത് കഴിഞ്ഞാൽ ഫ്രീ ആവും. അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും അതുപോലെ തന്നെ വന്നു. പക്ഷെ ആദ്യത്തെ അത്ര ഇല്ലായിരുന്നു, തീവ്രത കുറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും അതുപോലെ തന്നെ വന്നു, പിന്നെ തീവ്രത കുറഞ്ഞു. കുറച്ച് ദിവസം അങ്ങനെ തല പിന്നെ കുറച്ച് ഇങ്ങനെ വരുന്നു, പിന്നെ അത് നേരെയായിട്ടിരിക്കും. എല്ലായിടത്തും ഫ്രീ ആക്കി അല്ലെ. ആദ്യം വലിച്ചു പിടിച്ച് നമ്മളിൽ നടത്തേണ്ടതെല്ലാം വിശ്വശക്തി നടത്തി, ദൈവിക ശുശ്രൂഷ. അത് കഴിഞ്ഞിട്ട് പിന്നെയും അങ്ങനെ ആ ഇത് പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ അടുത്ത ഓരോ സൈഡ്, ഇങ്ങനെ ഇടത് സൈഡിനാണ് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പൊ ഇടത് സൈഡില് വേദനകള്, കാലിന്റെ മസിലിനകത്ത് അങ്ങ് വല്ലാതെ ഈ ഡിസ്കിന്റെ അവിടുന്ന് വലിഞ്ഞ് അതിനെല്ലാം നല്ല ഫുള്ള് വേദനയായിരുന്നു. അതായത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്താണ് ഇതെല്ലാം. അല്ലാതെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോ എനിക്ക് വേദന തുടങ്ങും. അപ്പൊ വേദന തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മെഡിറ്റേഷൻ വിടാത്തത് എന്തുകൊണ്ടാ? VMC വീഡിയോസ് കേട്ടതുകൊണ്ട് വീഡിയോസ് എല്ലാം ഇങ്ങനെ കേൾക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഓഡിയോ കേൾക്കണ്ട്. അപ്പൊ ഓരോ അനുഭവങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷെ എന്റെ അത്ര അനുഭവം ഞാൻ ആരുടെ അടുത്തും കേട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത് ശരിക്കും ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഇങ്ങനെ കിടന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോ പിന്നെ ആളുകൾ ഇട്ട് ഓടിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടു. മെഡിറ്റേഷൻ ചെയ്യുമ്പോ ഒരുപാട് ഓടിച്ചിട്ട് ചവിട്ടിയ എല്ലാം ഡിസ്കൊക്കെ ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട് പൂർവ്വജന്മത്തില്. അപ്പൊ ഞാൻ അതെല്ലാം ഉൾക്കൊണ്ടു. അപ്പൊ ഞാൻ ചെയ്തത് തന്നെയാണ്, ഞാൻ കൊടുത്തതാണ് എന്ന് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. മനസ്സിലായി കർമ്മസിദ്ധാന്തം. അതെ. അപ്പൊ അത് ഞാൻ ഉൾക്കൊണ്ടു. എനിക്കത് മനസ്സിലായി. എന്താണേലും നമ്മള് എന്നെ വെച്ചാൽ ഞാൻ കൊച്ചിലെ തൊട്ട് എനിക്ക് ഓരോ അസുഖമായിട്ട് ഓരോ സമയത്ത് ഓരോ അസുഖം ഉണ്ടായിരിക്കും. വലിയൊരു ഗുണ്ടയായി കാണും മാഡം. ഞാൻ ഇവരോടൊക്കെ പറയും ഞാൻ ചെറിയ ആളൊന്നല്ല, ഞാൻ ഗുണ്ടയായിരുന്നു. അപ്പൊ അതുപോലെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു എന്താ ഞങ്ങൾക്കും തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ഗുണ്ടയായിരുന്നു എന്നാ തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഗുണ്ട മാത്രല്ല റൗഡിയൊക്കെ ആയിരുന്നു. അതെ, ഓടിച്ചിട്ട് പിടിച്ചിട്ട് ചവിട്ടി എല്ലാം ഓടിച്ചത് കാരണമാണ്. ഓടിക്കുന്ന സ്പഷ്ടമായിട്ട് കണ്ടു. അപ്പൊ അങ്ങനെ അപ്പൊ അത് നമുക്കൊരു തിരിച്ചറിവ് തന്നായിരിക്കാം. അപ്പൊ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഞാന് ഈ 2 മാസം അല്ലാതെ വേദന അനുഭവിച്ചതെന്ന് പറഞ്ഞ സിമജി അത് പറയാൻ പറ്റത്തില്ല. നമുക്ക് അത്ര വലിയ വേദനയായിരുന്നു. അപ്പൊ ഈ ഇത് മരുന്ന് കഴിച്ച് ആ വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്ത് ഈ ഞരമ്പുകൾ പോയി ആ എല്ലാ സ്ഥലത്തും വേദനയായിരുന്നു. വേദന എന്ന് പറയാ ഇല്ലാത്ത സ്ഥലമില്ലായിരുന്നു. ഈ നമുക്ക് അരക്ക് താഴോട്ട് അതുപോലെ വേദനയായിരുന്നു. അന്നേരം വേറെ ആരാണേലും ഉണ്ടാവില്ല കേട്ടോ, സർജറി ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പൊ എനിക്കത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആയുർവേദം അന്വേഷിച്ച് പോയത്. അപ്പൊ ആയുർവേദം നോക്കി കഴിഞ്ഞപ്പോ ഇരിങ്ങാലക്കുടയുള്ള ഒരു വൈദ്യരായിരുന്നു. അപ്പൊ വൈദ്യര് കുഴപ്പമില്ല ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചെന്നാണ് ഇത് തുടങ്ങിയത്. അപ്പൊ ആ ഒരു അത് 3 മാസം ഫുള്ള് ആ ട്രീറ്റ്മെന്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് മെഡിറ്റേഷൻ കിട്ടിയത്. അപ്പം അന്നേരമൊക്കെ ഉള്ള വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ. അപ്പൊ അത് കൂടെ നമുക്ക് അതുകൊണ്ട് ഈ വേദന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതെ. ഇപ്പൊ എങ്ങനെയുണ്ട് വേണം? ഇപ്പൊ വേദന ഇപ്പോഴും ചില ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് നല്ല സുഖമായിട്ടൊക്കെ ഇരിക്കും. ചില ദിവസം നമുക്ക് വീണ്ടും അതായത് ധ്യാനത്തിന്റെ സമയം കുറയുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വേണം? അങ്ങനെ ഇല്ല. ഞാൻ ആദ്യമൊക്കെ എനിക്ക് 3 മണിക്കൂർ കൊണ്ട് ക്ലിയർ ആകുന്നില്ലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത്രയും സമയം കൊണ്ട് അപ്പൊ എണീറ്റ് വരാതിരിക്കാനും പറ്റത്തില്ല. അപ്പൊ കേൾക്കുമ്പോ നമുക്ക് വേദനയുണ്ട്, ഇത്തിരി സമയം കഴിഞ്ഞ് ആ വേദന മാറുള്ളൂ. അപ്പൊ ഞാൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്ന് താമസിച്ചേ എണീക്കുള്ളൂ, എന്നു വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി സമയം വേണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഇരുന്ന് 5 മണിക്കൂർ ഇരുന്നു. 5 മണിക്കൂർ ഇരുന്നപ്പോ ആ ഫുള്ള് വേദന അങ്ങ് മാറി എണീറ്റ്. അപ്പൊ അന്നേരം നല്ലൊരു സുഖമുണ്ട്, ആ വേദന മാറി ഉണ്ട്. പിന്നെ ഇപ്പൊ വേദന ഇരിക്കുമ്പോ വേദന വന്നു കഴിഞ്ഞാൽ ആ വേദന മാറുന്നോടം വരെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് അപ്പൊ ആ വേദന മാറി. അപൂർവ ദിവസങ്ങളിൽ അങ്ങല്ലാതെ നമുക്ക് അച്ഛനൊക്കെ ഉള്ളത് കൊണ്ട് കറക്റ്റ് സമയത്ത് നമുക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം, ബാധ്യതയുണ്ടല്ലോ. ഓക്കെ, പരിപൂർണമായിട്ട് ധ്യാനത്തിൽ ഇരിക്കാനും പറ്റില്ല, അങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഇരിക്കുമ്പോഴേ. എന്നാലും ആ പരിപൂർണമായിട്ട് കിടക്കുന്ന സ്ഥിതിയിൽ നിന്നൊക്കെ ഇത്രയും പണികൾ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓടി നടക്കാൻ പറ്റുന്നില്ലേ? ഉണ്ട്.
അപ്പൊ എല്ലാവർക്കും അത് നേരത്തോട്ട് ഞാനിങ്ങനെ ഇവിടെ ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ തിരുമ്പോ നേരത്തോട്ടെ ഡിസ്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ആ ഡോക്ടർ തന്നെ കൂട്ടുകാരിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ നടക്കുന്നത് അതെങ്ങനെയാന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ ഞാൻ ധ്യാനം മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെന്ന്? അതിനു മുമ്പ് അന്ന് ഞങ്ങള് ക്ഷേത്രത്തില് വനിതാ സംഘത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഫുള്ളും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇന്നും പണികളുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ വരുമായിരുന്നു. അതിനിപ്പോ വന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ വരുമ്പോ എനിക്ക് ഒരു പ്രശ്നമില്ല. അവിടെ വരുമ്പോ ഞാൻ ഫുള്ള് പണിയെടുക്കും. വീട്ടിൽ ചെല്ലുമ്പോ എനിക്ക് പിന്നെ പറ്റില്ല. ഓക്കെ. അപ്പൊ എന്നിട്ട് പറഞ്ഞോ ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെന്ന് ഡോക്ടർക്ക് അറിയോ? ഇല്ല, അവർക്കറിയില്ല. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് പോയില്ല. പിന്നെ ഈ ആയുർവേദ ഡോക്ടർ നമ്മളോട് ചെല്ലാൻ പറഞ്ഞായിരുന്നു. എങ്കിൽ പോലും ഇപ്പം പോയില്ല. ഞാൻ മരുന്ന് അങ്ങ് നിർത്തിയതാ. അപ്പം ഇരുന്ന് തന്നെ മെഡിറ്റേഷൻ ചെയ്ത് തന്നെ ക്യൂർ ചെയ്യാന്ന് വിചാരിച്ചു. അതിൽ പരിപൂർണ്ണ വിശ്വാസം കിട്ടിയോ? ഉണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. എന്നുവെച്ചാൽ ഓരോ ദിവസവും എനിക്ക് ഒരു വർഷം മുന്നേ ബ്രസ്റ്റിനൊരു ഇത് ഉണ്ടായിരുന്നു, ഒരു മുഴ പോലെ വന്നു നിബിളിനടിയിൽ. അപ്പൊ അന്നേരം അമൃതയിൽ പോയി എല്ലാ ചെക്കപ്പൊക്കെ ചെയ്തു. കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മമ്മോഗ്രാം ചെയ്യാനായിട്ട് വിട്ടു. അവിടെ ചെന്ന് അപ്പൊ ഫുള്ളും നമ്മള് അന്നൊക്കെ ഭഗവാനോടുള്ള ഭയങ്കര എന്താ അപ്പൊ ഒക്കെ അവിടെ കയറി കിടന്നപ്പോഴൊക്കെ ഇത് നമ്മളതാ ചിന്ത. അപ്പൊ നവശിയായൊക്കെ ചെല്ലി ഇങ്ങനെ കിടന്നു. അവര് നോക്കിയിട്ടൊന്നും അവർക്ക് മനസ്സിലാവില്ല. വീണ്ടും ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് നോക്കി. ഡോക്ടർക്കും മനസ്സിലാവില്ല. എന്നിട്ട് പിന്നെ ഡോക്ടർ നമുക്കൊന്ന് കുത്തിയെടുത്ത് ബയോപ്സിക്ക് വിടാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. അപ്പൊ അതൊക്കെ ഇതായിരുന്നു, കുഴപ്പമില്ല. അന്ന് അത് കഴിഞ്ഞപ്പോ ഇനിയിപ്പോൾ ഉള്ളിലോട്ട് വലിയുന്നുണ്ടായിരുന്നു. അത് ഈ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പം നോർമലായി. അതിനുശേഷം ഉണ്ടല്ലോ എനിക്കിങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ നിന്ന് ഭയങ്കര വേദന വരുമായിരുന്നു. ആ വേദന ശരിക്കും ഒരു സർജറി ചെയ്യുന്ന അതേ രീതി. അത് ഫുള്ളും അങ്ങനെ സർജറി നമുക്ക് മനസ്സിലാവും, അങ്ങനെ തന്നെ മനസ്സിലാവും സർജറി ചെയ്യുന്നുള്ളത്. എന്നിട്ട് ആ വേദന മാറി മാറി ഓരോ ദിവസവും ആ വേദന കുറഞ്ഞു 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 വന്ന് ഒരു ദിവസം അത് ഫുള്ളും ഇങ്ങനെ സർജറി ചെയ്യുന്ന പോലെ ഇങ്ങനെ വന്ന് ഇപ്പൊ അങ്ങനെ ഇരിക്കും. ആ വേദനയില്ല. അതായത് വരാൻ പോകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളെ പോലും മെഡിറ്റേഷനിൽ ക്ലിയർ ആവുമെന്ന് ഉള്ളതിന്റെ സാക്ഷിയാണ് അതൊക്കെ. അതുപോലെ ഇടയ്ക്ക് തല ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വേദന വന്നു, നല്ല വേദനയായിരുന്നു. അത് ഇരുന്ന് അങ്ങ് തീർന്നു കഴിഞ്ഞ് പിന്നെ ഉണ്ടായിട്ടില്ല. ശരി. അപ്പൊ ഈ മെഡിറ്റേഷൻ എന്നുള്ളത് എല്ലാവരോടും പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയത് ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് ആരോടാണ് ആരെയാണ് ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ള ഒരു ചിന്തയായി പോയി. പിന്നെ ഇങ്ങനെ ഓരോരുത്തരോട് പറയാൻ തുടങ്ങി. പറഞ്ഞെല്ലാരും അംഗീകരിച്ചു. അവര് കാണുകയാണല്ലോ അല്ലേ മാറ്റം. വരാത്ത എന്റെ കുടുംബത്തിലുള്ളവരാ. അത് ഞാൻ എപ്പോഴും വഴക്ക് പറയും. ആത്മബന്ധുക്കളല്ല അവരെ, ഇവര് കടം വീട്ടാൻ വേണ്ടി വന്നവരാ. നമ്മളുടെ കുടുംബത്തിലുള്ളവരാണ് നമ്മളുടെ ഏറ്റവും വലിയ ടെസ്റ്റേഴ്സ്, നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നവര്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നിങ്ങളോട് മാത്രമാണ് എനിക്ക്, അല്ലാതെ എന്റെ കൂട്ടുകാര് ഫുള്ള് വന്നു, നിങ്ങള് മാത്രമാണ് വരാത്തെന്ന് പറയും. അപ്പൊ അതുപോലെ പക്ഷെ ചേട്ടന് ചെയ്യുന്നൊന്നും ഇല്ലെങ്കിലും എല്ലാം സപ്പോർട്ടാ, ഫുള്ള് സപ്പോർട്ട്. ഞാൻ കിടന്നപ്പോഴൊക്കെയാണേലും ഇതുപോലെ സംരക്ഷിച്ചു. അതൊക്കെ നമുക്ക് അതും പുണ്യായിട്ട് അത്രയൊരു സന്തോഷമായിരുന്നു. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാം ഇതുണ്ട്. അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം, പിന്നെ എന്നെ രാവിലെ കുഴമ്പിട്ട് പിന്നെ കുളിപ്പിച്ച് ഇതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. ഫുള്ള് ചെയ്ത് തന്ന് കൊണ്ടുവന്ന് കിടത്തും. അങ്ങനെ കൊണ്ടുവന്ന് കിടത്തി എല്ലാവർക്കും ചെയ്തു കൊടുത്ത്. ഭർത്താവ് ആ സമയത്ത് എല്ലാവർക്കും മേഡത്തിനും ചെയ്യണം, അമ്മയ്ക്ക് അച്ഛന് എല്ലാവർക്കും. അമ്മ കടപ്പായി പോയി. അമ്മയ്ക്ക് രാവിലെ തന്നെ ചൂടുവെള്ളം കൊടുക്കും, പാല് വാങ്ങിച്ചുകൊണ്ടുവന്ന് പാല് കൊണ്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛന് ചായ എടുത്ത് കടിച്ചായ പാൽച്ചായ അങ്ങനെ കൊടുത്ത് പിന്നെ ഫുഡ് ഉണ്ടാക്കി അതെല്ലാവർക്കും കൊടുത്ത്. പിന്നെ മൃഗങ്ങളുണ്ട്, ആടുണ്ട്, പോത്തുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, എല്ലാം ഉണ്ട്, കോഴി എല്ലാം ഉണ്ട്. ശരി, അതിനെല്ലാം നോക്കും. അപ്പൊ ആ സേവയിലും അതും മേഡത്തിന് ഒരു ആശ്വാസമായില്ലേ? അല്ലെങ്കിൽ എനിക്ക് വയ്യ ഇതൊക്കെ ആര് ചെയ്യും എന്നുള്ള ടെൻഷൻ ഇല്ലല്ലോ. ഇല്ല, അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം ഞാൻ ചെയ്യണ്ടേ, ഒറ്റയ്ക്ക് ചെയ്യണം, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അതെല്ലാം ചെയ്തു. അത് തന്നെ ദൈവാനുഗ്രഹം. അതെ, അതെല്ലാം അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയത് പോലും മേഡത്തിന്റെ മെഡിറ്റേഷൻ
അങ്ങനെ ഞാൻ കരുതുന്നത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആണേലും ഇടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് എന്റെ അച്ഛനും അമ്മയാണ്. ഇവിടെ അതൊരു പോയിന്റ് ഉണ്ട്. മാഡത്തിന്റെ പേരൻസ് ആണ്. എന്നിട്ട് അവരെയാണ് സ്വന്തം മോനെ പോലെ അദ്ദേഹം നോക്കിയത്. സ്വന്തം മോൻ പോലും ഇത്ര നോക്കില്ല. എല്ലാരും പറയുന്നുണ്ടത് അങ്ങനെ ഇതായിട്ട് നോക്കുന്ന. അപ്പൊ മെഡിറ്റേഷന്റെ പവർ തന്നെയാണ്. അതെല്ലാം ചെയ്യേണ്ടത് ചെയ്താൽ കിട്ടേണ്ടത് കിട്ടും മേഡം. അതെ. പിന്നെ എനിക്കൊരു വിഷമമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊന്നും നോൺ വെജ് മാറുന്നില്ല. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നമുക്ക് നിർബന്ധിച്ച് ഇത്രയും പ്രായമായതുകൊണ്ട് അവരെ നമ്മൾ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ആവട്ടെ എന്ന് നമ്മൾ അത് ഉൾക്കൊള്ളുവാണ്. അതെ, നമുക്ക് ചെയ്യാൻ പറ്റാത്താണെങ്കിൽ നമ്മൾ പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക. ഇനി അവരുടെ എന്താണെന്ന് വെച്ചാ സമയം പോലെ അതിന് മാറ്റം വരട്ടെ. എന്ന് വെച്ചാ ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ പിന്നെ ഞാനത് ചെയ്യുന്നില്ല. ഇടയ്ക്ക് റേഡിയൊക്കെ കൂട്ടുണ്ടാക്കി കൊടുക്കും. ഇതെല്ലാം കഴുകിയൊക്കെ ചേട്ടൻ തന്നെ ചെയ്ത് എല്ലാം കൊടുത്തോളും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലുണ്ട്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ മാഡത്തിന്റെ ഈ ഒരു ആത്മചൈതന്യ വിസ്തരണം സംഭവിക്കും തോറും മാറ്റം വരും. ഞാൻ അങ്ങനെയും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നു വെച്ചാൽ ചേട്ടനും കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോ വേറെ ആരും ഒന്നും ഇല്ലാത്താണ് ഇവര് കൂടുതൽ കഴിക്കുമല്ലോ. ആ ഒരു വിഷമം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ അവര് കൂടുതൽ കഴിക്കാതിരിക്കാൻ ഞാൻ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശരി, നല്ല നല്ല വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതൊക്കെ ചെയ്യുന്ന. പക്ഷെ അവര് അതിൽ നിന്നൊരു മോചനം അവർക്ക് സമയമായില്ലായിരിക്കാം. അതെ, തീർച്ചയായിട്ടും ആ സമയം വരും മാഡം. മാഡം ചെയ്യുന്ന മെഡിറ്റേഷൻ ഒന്നും വെറുതെ പോവില്ല. ഓക്കെ, അപ്പൊ എല്ലാരോടും ധ്യാനം ചെയ്യാൻ പറയൂ. എല്ലാവരും ധ്യാനം ചെയ്യണം. നമ്മുടെ ഇനിയുള്ള ജീവിതത്തിന്റെ ഒരു പ്രധാന കാര്യമാണ് മെഡിറ്റേഷൻ. അത് എല്ലാവരുടെയും കർമ്മങ്ങളെ മാറ്റിക്കൊണ്ട് നല്ലൊരു ജീവിത സാഹചര്യത്തിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കും. എല്ലാവർക്കും ഇതിലേക്ക് വരാനായിട്ട് പ്രപഞ്ചശക്തികളുടെയും ജഗദീശ്വരന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാഡം. ഇത് കേൾക്കുന്ന എല്ലാവരിലും ആ ഒരു ദിവ്യമായിട്ടുള്ള പരിവർത്തനം സംഭവിക്കട്ടെ. താങ്ക് യു. ഓക്കെ മാം.